ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാംഗോ വെച്ചൊരു കേക്കാണ്. ഇപ്പോൾ സീസൺ സമയമാണല്ലോ മാംഗോയുടെ. അപ്പോൾ എല്ലാം നമ്മൾ ഇതിനകത്തിൽ ഗാർണിഷ് എല്ലാം ചെയ്യുന്നത് മാംഗോയുടെ പ്യൂരി വെച്ച് തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ മാങ്ങയാണ്. ഈ മാങ്ങ നമുക്ക് കേക്ക് ഉണ്ടാക്കാനും പിന്നെ കേക്ക് ഗാർണിഷ് ചെയ്യാനും ഈ ഒറ്റ മാങ്ങ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഈ മാങ്ങ നമുക്ക് തൊലിയൊക്കെ ഒന്ന് ചെത്തി ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ എടുക്കുമ്പം അധികം നാരില്ലാത്തതും നല്ല മധുരമായിട്ടുള്ള മാങ്ങ എടുക്കാനും കൊണ്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്ത മാങ്ങയ്ക്ക് മീഡിയം ടൈപ്പ് മധുരമാണ് ഇപ്പോൾ ഒന്നുള്ളത് നോക്കിയപ്പം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും കേക്കിൽ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പകുതി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് നേരം നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മാങ്ങ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാരയൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം സാധാരണ നമ്മൾ മാങ്ങയും പഞ്ചസാരയും കൂടെ അടിച്ചിട്ട് അതിലേക്ക് നമ്മൾ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതൊന്ന് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും ടേസ്റ്റ് കൂടാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അരച്ച മാങ്ങയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഒരു 5-6 മിനിറ്റ് നേരത്തേക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് കേക്കിൽ ഉണ്ടാക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ആദ്യമേ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം നമുക്ക് മാങ്ങ അവിടെ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മൈദ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 240 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊരു 3 വട്ടം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടറാണ്. ഇത് നമുക്കൊന്ന് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബട്ടർ സാൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ ബാറ്ററിൽ ഞാൻ ഇനിയും ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 നുള്ള് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 3 മുട്ട ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പം മുട്ട ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി മുട്ടയുടെ സ്മെല്ലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാംഗോയുടെ കേക്ക് ആയതുകൊണ്ട് ഞാൻ മാംഗോയുടെ എസൻസാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നമുക്ക് മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ പ്യൂരി ഇതിലേക്ക് മൊത്തം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മൈദയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ഒരു 2-3 വട്ടമായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. ഒന്നുകൂടെ മുട്ടയുടെ ഉടുമ്പിൻ്റെ ഇതൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടും. വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മൾ നാരങ്ങാനീരൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബട്ടർ പെരട്ടിയ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഒരു പാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് മോൾഡിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പം ഞാനിവിടെ ഒരു ചരുവാണ് വെച്ചിരിക്കുന്നത്. ഈ നമ്മുടെ ഈ കേക്കിൻ്റെ മോൾഡ് ഇറങ്ങി നിൽക്കാൻ പാകത്തിലുള്ളൊരു പാത്രം. ഓവനിലല്ല നമുക്കൊരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്ക് ഇതിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ എണ്ണയോ അങ്ങനെയൊന്നും കാണരുത്. നല്ല ക്ലിയറായിട്ട് ഇരിക്കുന്ന പാത്രമായിരിക്കണം, അല്ലെങ്കിൽ പുകയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനി ഒരു 35 മിനിറ്റ് വരെ നമുക്ക് തുറക്കാതെ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു മീഡിയം തീയിൽ നമുക്ക് വെച്ചാൽ മതി. അങ്ങനെ ഇരുന്നൊന്ന് വേകട്ടെ. നമ്മൾ ഈ കേക്ക് വെച്ചിട്ട് ഒരു 35 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കമ്പി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. അത് നമുക്കൊരു 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്യാൻ വേണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി കേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ട്രേയിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിലെ പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഗാർണിഷ് ചെയ്യുന്നത് ഈ മാംഗോ പ്യൂരി വെച്ച് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. നമ്മൾ മാംഗോ പ്യൂരി തയ്യാറാക്കാൻ വേണ്ടി മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു 1.5 കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പം മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അധികം മധുരമുള്ള ഒരു മീഡിയം ടൈപ്പ് നിൽക്കുന്ന മധുരമാണ് ഈ മാങ്ങയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ള് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്.
ഇത് നന്നായിട്ട് ഇനി ഒന്ന് കുറുകി വരണം. ഇപ്പം നമ്മുടെ ഗാർണിഷിനുള്ള മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഇപ്പം നാച്ചുറൽ കളർ തന്നെയാണ് ഇതിൻ്റെ മാംഗോയുടെ. നമുക്കിന്നൊരു യെല്ലോ കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു നല്ല ബ്രൈറ്റ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു യെല്ലോ കളറൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഇല്ല, അതുകൊണ്ട് തന്നെ ചേർക്കുന്നില്ല. നമ്മളിപ്പം കേക്ക് സെയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ കളർ ചേർത്താണല്ലോ, അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ എടുക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ കളറൊന്നും ചേർക്കാത്തത്. അപ്പം നല്ലൊരു യെല്ലോ കളറൂടെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യെല്ലോ കളറൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് തണുത്ത് കഴിയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതിൽ നാരൊക്കെ കാണും, അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഈ കപ്പും ബ്ലേഡ് ഞാനൊന്ന് ഫ്രീസ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ഈ ബൗളിനുള്ളിൽ വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ച് മാറ്റാം. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിലും നമുക്ക് യെല്ലോയുടെ ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു കളർ വ്യത്യാസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇത് നമുക്കിനി ഒരു അരമണിക്കൂർ, നമ്മുടെ ആ മാംഗോ പ്യൂരിയൊക്കെ ഒന്ന് തണുത്ത് വരണമല്ലോ, ആ സമയത്തേക്ക് നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്തിലേക്ക് നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ആദ്യം ഇച്ചിരി വിപ്പിംഗ് ക്രീം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇത് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാംഗോയുടെ പ്യൂരി ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഈ നമ്മുടെ ഷുഗർ സിറപ്പിനകത്തിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് നമുക്ക് ആദ്യം ഒന്ന് ആദ്യത്തെ ലെയറിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കളറൂടൊക്കെ ചേർത്ത് കൊടുത്തിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നേനെ. നമുക്ക് രണ്ടാമത്തെ ലെയറും ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലും വിപ്പിംഗ് ക്രീം ചെയ്തിട്ട് ലാസ്റ്റ് ലെയർ വരെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ഞാനാണെങ്കിൽ കേക്ക് മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോയുടെ ലെന്തൊക്കെ കൂടുന്ന കാരണമാണ് മൊത്തം കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഗാർണിഷിങ് കൊടുക്കാം. ഇപ്പം ഞാനൊരു പ്ലേറ്റ് വെച്ച് നമ്മളിതിൻ്റെ പുറത്തേക്കാണ് ഇത് ഒഴിച്ചങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അധികം വരുന്ന നമ്മുടെ ഈ മാംഗോ പ്യൂരി വീഴാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൊരു കപ്പ് വെച്ചു, അതിൻ്റെ പുറത്തേക്കാണ് നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ അധികം വരുന്ന മാംഗോ പ്യൂരി ഈ നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് തന്നെ അങ്ങ് വീണോളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇതിങ്ങനെ തന്നെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് ഇപ്പോൾ ഈ തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ നമുക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തിൽ ജലാറ്റിനിലാണെങ്കിൽ നമ്മൾ ഈ മാംഗോ പ്യൂരി തയ്യാറാക്കുന്ന സമയത്ത് ജലാറ്റിനോട് ചേർത്ത് കൊടുക്കുക. ആ സമയത്തും കുറച്ച് കളറൂടൊക്കെ നമുക്ക് ഇതിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറായി. അതിനുശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനന്ന് ഡെക്കറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നോസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലോളെന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.